الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഫാഷിസത്തെ പുറത്താക്കാനുള്ള നമ്മുടേതായ ശ്രമങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കുന്ന ഒരു ദിവസത്തിലാണ് പള്ളിയിൽ ഇതുപോലത്തെ ഒരു ഉദ്ബോധനത്തിനു വേണ്ടി നാം ഒത്തുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ഈ വിഷയത്തിന്റെ അനുബന്ധങ്ങൾ പറയാനാണ് ഇന്നത്തെ വെള്ളിയാഴ്ച ഉപയോഗിക്കുന്നത്. CA/NRC നിയമങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന ക്യാമ്പയിൻ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധം ജാതി മത ദേശ വ്യത്യാസമില്ലാതെ അതിനെതിരിൽ ഉയർന്നു. മുസ്ലിങ്ങൾ മൊത്തം ഡിറ്റൻഷൻ സെന്ററുകളിൽ അടക്കാൻ പോകുന്നു എന്ന ക്യാമ്പയിൻ എവിടെയോ ശ്രദ്ധിച്ച ഒരു സഹോദരി അവര് മാനസികമായി നിലതെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. അവരുടെ സഹോദരനാണ് നമ്മളെ വിളിച്ചത്. 3 ബാഗിൽ മക്കൾക്കും അവർക്കും ഭർത്താവിനൊക്കെയുള്ള തുണി ഇങ്ങനെ റെഡിയാക്കി, വസ്ത്രമൊക്കെ റെഡിയാക്കി, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, മറ്റേതോടെ വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, നിങ്ങൾ വേറെ സ്ഥലത്തായിരിക്കും. ശക്തമായ ഭയം നമ്മുടെ സമൂഹത്തെ ഭരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി വ്യക്തിപരമായി എനിക്കിത് തോന്നി. തോറ്റാൽ ആകെ പ്രശ്നമാണ്. ജൂൺ 4 രാജ്യം കഴിയുന്നു എന്നൊരു ക്യാമ്പയിൻ സ്വാഭാവികമായും വിഷയത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾക്ക് നടത്തേണ്ടി വരും. അങ്ങനെ എല്ലാം കൂടി ഇനി ഒരൊറ്റ തവണ കൂടി ഭരണം വന്നാൽ എല്ലാം തീരുന്നു എന്ന ക്യാമ്പയിൻ അതിശക്തമായി ഉയർത്തുമ്പോൾ തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. കോടതികൾ മുഴുവൻ ഒരു പക്ഷത്താണ്, സൈന്യം പൂർണ്ണമായും ഒരു പക്ഷത്താണ്, പോലീസ് പൂർണ്ണമായും ഒരു പക്ഷത്താണ്, ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഒരു പക്ഷത്താണ്, സ്റ്റേറ്റുകൾ മുഴുവൻ ഒരു പക്ഷത്താണ്. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി ഒന്നും നടക്കൂല
എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് പൂർണ്ണമായും നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഫാഷിസമാണ്. ഈ രാജ്യം തന്നെ നമുക്കുണ്ടായിരുന്നില്ല. ഈ രാജ്യത്തെ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. നിയമനിർമ്മാണ സഭകളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടവും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിശക്തമായ പോരാട്ടത്തിലൂടെയാണ് പിന്നീട് രാജ്യം നമ്മൾ തിരിച്ചു പിടിച്ചത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ശക്തമായി ക്യാമ്പയിൻ നടത്തുന്ന ആളുകളുണ്ട്. അവരെ പലപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രശ്നം മാത്രമായി ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ചുരുക്കുന്നവരായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഓരോ പ്രദേശത്തിനും അനുസരിച്ച വാർത്തകളും പരസ്യങ്ങളും ടൈറ്റിലുകളും ഒക്കെ കൊടുത്ത് അതാത് സമുദായങ്ങളെ പരമാവധി ബൈൻഡ് ചെയ്ത് നിർത്തി ഞങ്ങളാണ് സംരക്ഷകർ എന്ന ഫീല് വരുത്തുന്നത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടാനുസരണം പൊളിറ്റിക്കൽ അജണ്ടയായി സ്വീകരിക്കാം. അത് അവരുടെ ഇഷ്ടം. അവരുടെ ഇഷ്ടം പോലെ തന്നെ നമ്മുടെ അഭിപ്രായവും വിയോജിപ്പും ഒക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കഴിയണമെന്ന് മാത്രം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആകെ കൂടെ എല്ലാം തീർന്നു. ഇനി മറ്റൊരു തവണ കൂടി ഭരണത്തിൽ വരുന്നതോടുകൂടി ആകെ കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേറെ രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പ് നോക്കുന്ന ആളുകളെ വരെ വ്യക്തിപരമായി എനിക്കറിയാം. യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ചില ഫാമിലികളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞു പോകേണ്ട ഒന്നാണോ ഇത്? അങ്ങനെ എല്ലാം തീർന്നുവെന്നും ഇനിയൊന്നും നടക്കില്ല എന്നും പൂർണ്ണമായി കഴിഞ്ഞുവെന്നും പറയേണ്ടവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. മറിച്ച് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു പൊതു തത്വമാണ് ഞാൻ പറയുന്നത്. ഖുർആൻ മുന്നോട്ട് വെച്ചൊരു പൊതു തത്വമുണ്ട്. ആ പൊതു തത്വത്തിൽ നിന്ന് വീണ്ടും പിടിച്ചെഴുന്നേൽക്കാനും ഇനിയും കുതിക്കാനും ഒക്കെ യഥാർത്ഥത്തിൽ കഴിയും. കേഡർ സിസ്റ്റങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് പൊളിഞ്ഞു ചാടുന്നത് പൊടുന്നനെയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രാജ്യം മുഴുവൻ ഒന്നിച്ചു നിന്ന് പുറത്താക്കുന്ന കക്ഷിയും അവരുടെ ഭരണവും ഇവിടെ വന്ന 2014 മുതൽ ഈ 2024 വരെയുള്ള യാത്രക്കിടയിൽ അവരുടെ ഇമേജും അവരുടെ പിന്തുണകളും ഒക്കെ കുറയുകയും അവർക്കെതിരെയുള്ള ശക്തമായ ജനവികാരം രൂപപ്പെടുകയുമാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി സാങ്കേതികമായി അവർ 540 ചില്ലാനം വരുന്ന പാർലമെന്റ് സീറ്റുകളിലെ നിശ്ചിത സീറ്റുകൾ അവർ നേടിയെന്ന് വിചാരിക്കാം. അള്ളാഹു നമുക്ക് ഏറ്റവും ശരിയായ കാര്യങ്ങൾ സംഭവിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേടിയെന്ന് വിചാരിക്കാം. എന്നാലും എല്ലാം തീർന്നു എന്നാണോ നമ്മൾ എത്തേണ്ട ഉത്തരം? ഞാൻ ഇത് ഇപ്പൊ തന്നെ പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇന്നൊരു 6 മണി കഴിയുന്നതോടുകൂടെ വീണ്ടും എക്സിറ്റ് പോളുകളൊക്കെ വരും. കുറെ എക്സിറ്റ് പോളുകളൊക്കെ വരും. ഈ എക്സിറ്റ് പോൾ കണ്ട് ഇങ്ങനെ വറക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ 543 സീറ്റ് ഫുള്ളാണ് കൊണ്ടുപോയി വിചാരിക്കാം. എന്നാ നമുക്ക് പേടിക്കണ്ടോ? ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട 5-6 കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മനോനിലയെ ശരിയാവിധം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം ഉത്തരങ്ങളെ പിടിക്കരുത്. ഖുർആൻ പറയുന്നു, നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായിരിക്കും. നിങ്ങൾക്ക് ഗുണകരമാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷവും, നിങ്ങൾക്ക് ദോഷമാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമായിരിക്കും. ഇങ്ങനെ ഒരു തത്വമുണ്ട് അല്ലെ? ഒരാള് ഒരു തെങ്ങിന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു തേങ്ങ അയാളുടെ കാലിൽ വീണു. തേങ്ങ കാലിൽ വീണപ്പോൾ അയാൾ ഇങ്ങനെ കാല് കുടഞ്ഞിട്ട് അപ്പുറത്തേക്ക് മാറുന്നു. പെട്ടെന്ന് തെങ്ങനെ ഒന്നിച്ച് അവിടെ വീണു. അപ്പൊ തേങ്ങ വീണത് അയാൾക്ക് ഹൈറാണ്. ആ തേങ്ങ വീണുകൊണ്ടാണ് കാല് കുടഞ്ഞ് അങ്ങോട്ട് അയാൾ മാറുന്നതിലേക്ക് മൊത്തം തെങ്ങനെ വീഴുമായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു തത്വം നമ്മൾ ഉൾക്കൊണ്ട ജീവിതത്തിലെ രോഗങ്ങൾ, ദാരിദ്ര്യം, ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസവും സമാധാനവും കിട്ടും. വെറുതെ ആരെങ്കിലും എവിടെയെങ്കിലും ബേജാറാക്കണേനും പേടിപ്പിക്കണേനും ബേജാറായി പേടിച്ച് നിൽക്കേണ്ടി വരില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അല്ലാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റാഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ സംഭവിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്. എന്തിനാണത്? ലികൈലാ തസു അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയും, വലാ തഫറഹു ബിമാ ആതാകും,
നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹു എല്ലാ ദുരഭിമാനികളെയും അഹങ്കാരികളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. എന്ത് വന്നാലും, എന്ത് കേട്ടാലും, എന്ത് സംഭവിച്ചാലും, നമ്മളെ 3 മക്കളും കൂടി ആക്സിഡന്റ് ഒരു വണ്ടിയിൽ മരിച്ചു എന്ന് കേൾക്കണം, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ ഞാനൊരു സുഹൃത്തിന്റെ, നമുക്ക് ആർക്കും അറിയുന്ന ഒരു സുഹൃത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന് ക്യാൻസർ ആണ്, അദ്ദേഹത്തിന്റെ രോഗചികിത്സ ആരംഭിച്ചിരിക്കുന്നു, കീമോ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് രോഗത്തിന് ശമനം കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ 4th സ്റ്റേജ് ആണെന്നാണ്. 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ മെഡിക്കലി പറയുന്ന കാര്യം. എന്റെ ഉപ്പാക്ക് 3ാമത്തെ സ്റ്റേജ് ആണോ 4ാമത്തെ സ്റ്റേജ് ആണോ എന്ന് ഡോക്ടർക്ക് സംശയമായിരുന്നു. 4ാമത്തെ സ്റ്റേജ് ആണെന്നാണ് മിക്കവാറും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന ധാരണ. അതായത് ഇവിടെ ഈ സൊഫയുടെ കുത്തുപയോഗിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലം അപ്പുറം, 10-12 കൊല്ലം അപ്പുറം, ഒരു പ്രശ്നമല്ല, നിങ്ങൾ കാണാനല്ലേ, അത്രേ ഉള്ളൂ. നമ്മൾ പഠിച്ചവരോട് പറയാം, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ എന്തു വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടതാണ്, അത് ഞാൻ അനുഭവിച്ച് തീരണം. അതിനെ ഞാൻ ദീനിയായി അഭിമുഖീകരിക്കുമ്പോൾ വേറെ സുഖമൊക്കെ പോയാലും സ്വർഗത്തിലും ഖബറിലും സുഖം ഉണ്ടാകും. ഇനി രാജ്യത്തെ എല്ലാ സുഖവും പോയി എന്ന് വിചാരിക്കുക. നമ്മള് ഇവിടെ ഫലസ്തീനികൾ വേട്ടയാടപ്പെടുന്ന നമ്മൾ കാണുന്നില്ലേ? വേട്ടയാടപ്പെടുന്നതിനിടയിലും അവരുടെ ഉള്ളിൽ നിന്ന് അവർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്നുണ്ട്. ആ ഒരു മനോനിലവാരത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മറ്റൊരു വിഷയം എന്താണെന്നറിയോ? എപ്പോഴും പ്രതീക്ഷയോടെ മുന്നേറുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്തിനാ വിശുദ്ധ ഖുർആൻ കുറെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്? നിങ്ങൾ നോക്ക്, മൂസ അലൈഹിസ്സലാം ജനിക്കുന്ന കാലത്ത് ആ നാട്ടിലെ ചക്രവർത്തി തീരുമാനിച്ചത് ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും അവൻ ആൺകുഞ്ഞാണെങ്കിൽ കൊല്ലണം എന്നാണ്. അതിനെ രജിസ്റ്റർ തയ്യാറാക്കി, നാട്ടിലെ ആൾക്കാരുടെ പ്രസവിക്കാനായ പെണ്ണുങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കി, വീട് പട്ടാൾക്കാർക്ക് വിഭജിച്ചു കൊടുത്ത് അവൻ നടപടികൾ എടുക്കുന്ന കാലത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മിസ്റിൽ കൊല ചെയ്യപ്പെട്ടു. അപ്പോഴാണ് മഹാനായ മൂസ അലൈഹി ഇസ്ലാമയുടെ ഉമ്മ പ്രസവിക്കുന്നത്. തന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആളുകൾ വാതിലിൽ മുട്ടാൻ, ആ മുട്ടിങ്ങനെ കാത്തിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ ഒരു വിചാരം കൊടുത്തു, ചിന്ത കൊടുത്തു. അനഖദിഫീഹി ഫിത്താബൂതി ഫഖദിഫീഹി ഫിൽ യം ഫൽയുൽഖിഹി യം ബിസ്സാഹിൽ യഖുദുഹു വഅദുവ്വുൽ ലീ വഅദുവ്വുല്ലാ വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അലാ ഐനി. കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കണം. പെട്ടിയിലാക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി നൈലിൽ ഒഴുക്കണം. പെട്ടിയിലാക്കുകയാണ്. പന്തവും കത്തിച്ച് രാവിന്റെ മറവിൽ പെട്ടിയിൽ കുഞ്ഞിനെയും ആക്കി തന്റെ മോളെയും കൂട്ടി ഒരു ഉമ്മ നൈലിന്റെ ഓരത്തേക്ക് നടക്കണമെന്ന് മനസ്സ് കണ്ടോക്കി. അങ്ങനത്തെ സംഘർഷത്തിലൊന്നും അല്ല നമ്മള്, ആണോ? അങ്ങനത്തെ അസമാധാനമൊന്നും ജീവിതത്തിൽ വിശ്വാസത്തിന്റെയും നിലപാടിന്റെയും പേരിൽ ഒരു നിമിഷം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെട്ടിയെ നൈലിലേക്ക് ഒഴുക്കിയിട്ട് ആ പെട്ടി ഇങ്ങനെ തിരകളിൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ തെന്നി മാറി ഇങ്ങനെ പോകുന്നത് കണ്ണെത്താ ദൂരത്തത് മറയുന്നത് വരെ ആവുമ്പോ അങ്ങനെ നോക്കി നിന്നു. പക്ഷെ ഇത് പടച്ചോൻ ഏൽപ്പിച്ചതാണ്, പടച്ചോൻ എന്നോട് നിർദ്ദേശിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊരു ഉത്തരം ഉണ്ടാകും നമ്മൾ വിചാരിച്ചു. എന്താ സംഭവിച്ചത്? ആ പെട്ടി ഒഴുകി എത്തിയത് രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലാണ്. രാജ്ഞി ആ പെട്ടി എടുക്കാൻ പറഞ്ഞപ്പോ അതിൽ സുന്ദരനായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് വാശി പിടിച്ചപ്പോ രാജാവ് ഒരു ടെസ്റ്റ് നടത്തി. ഇതൊരു സാധാ കുട്ടിയാണോ അല്ലേന്ന്, എന്നെ കൊല്ലാള കുട്ടിയാണോ എന്ന് പരിശോധിക്കണം. എന്താ ചെയ്തത്? ഒരു തീക്കട്ട മുന്നിൽ വെച്ചെടുത്തു. തീക്കട്ട എടുക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുന്നു പറഞ്ഞു. കാരണം അത് തീക്കട്ടയാണെന്ന് ഈ പ്രായത്തിൽ തിരിച്ചറിയുമെങ്കിൽ എന്നെ കൊല്ലുന്നാണ് എന്റെ അർത്ഥം. കുട്ടി തീക്കട്ട എടുത്തിട്ട് വായിലേക്ക് വെച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസാര വൈഭവത്തിൽ പ്രശ്നം വന്നതെന്ന് തഫ്സീറുകളിൽ കാണാം. അങ്ങനെ ഫിർഔനിനെ കൊല്ലേണ്ട വ്യക്തിക്ക് ഫിർഔൻ തന്നെ ചെലവ് കൊടുത്ത് മൂസ അലൈഹി സ്വലാമിന്റെ ഉമ്മക്ക് പാല് കൊടുക്കണീന് കൂലി കൊടുത്തിരുന്നു എന്നാണ്. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കണീന് കൂലി വാങ്ങി പിന്നെ പാല് കൊടുത്ത ചരിത്രത്തിൽ ഏക ഉമ്മ അവരാണ്. ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും സൗകര്യത്തോടു കൂടെ ആ വീട്ടിൽ സന്തോഷപൂർവ്വം മൂസ അലൈഹി സ്വലാമിക്ക് ജീവിക്കാൻ പറ്റി. ആ ചരിത്രത്തിൽ നമുക്കുള്ള പാടെന്താ? ഏതെങ്കിലും ഒരു ശക്തി രാജ്യം ഭരിച്ചാൽ അതോടുകൂടെ നമ്മളത് മുഴുവൻ തീർന്നു നാം അങ്ങനെ വിചാരിക്കേണ്ടത്. മൂസ അലൈഹിസ്സലാമയെ സ്വന്തം കൊട്ടാരത്തിൽ വളർത്തി സംഹരിക്കാനുള്ള ശത്രുവിനെ സ്വന്തം കൈകൾ കൊണ്ട് വളർത്തിച്ച ആ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാഠമുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോ മൊത്തം നിരാശപ്പെട്ട് അവിടെ തോറ്റു ഇവിടെ തോറ്റു ആകെ പോയി എല്ലാം കഴിഞ്ഞു അങ്ങനെയാണോ വിചാരിക്കേണ്ടത്?
അല്ല, മറിച്ച് യൂസുഫ് അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സമീപനം എന്തായിരുന്നു? അപ്പ അവനെ ചെന്നായ കടിച്ചു കൊന്നു. അപ്പ ഇതാ ആ ചെന്നായ കടിച്ചു കൊന്നതിന്റെ തെളിവ് ഇതാ അവന്റെ കുപ്പായം അല്ലെ, വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദിബ്, കള്ള രക്തം പുരട്ടിയവർ വന്നു. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ. ഒറ്റ വാക്കുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ തോന്നി എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബോധം കെട്ടില്ല, നിലവിളിച്ചില്ല, അദ്ദേഹം മക്കളുടെ കോളർ പിടിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറ, നിങ്ങൾക്ക് എന്തോ തോന്നിയ ഒരു പണി നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഫസബറുൻ ജമീൽ, ഞാൻ മനോഹരമായി ക്ഷമിക്കണം. ഫസബറുൻ ജമീൽ, നമുക്ക് പറയാനുള്ള അതാ. കൈവിട്ടുപോയി എന്ന് തോന്നുന്നിടത്ത് നമുക്ക് പറയാനുള്ള എന്താ? ഫസബറുൻ ജമീൽ. എന്താണ് അടുത്തത്? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ പറഞ്ഞൊപ്പിച്ചുണ്ടാക്കുന്നതിലൊക്കെ പടച്ചോൻ എനിക്കൊരു ശരിയായ ഉത്തരം തരും, പടച്ച റബ്ബ് എനിക്കൊരു ശരിയായ ഉത്തരം തരും. മനസ്സിലായി? അപ്പോ ഈ ചരിത്രങ്ങളൊക്കെ എന്തിനാ സഹോദരന്മാരെ കൊണ്ടുവന്നത്? ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഉദ്ധരിച്ചു തന്നത് നമുക്ക് പാഠം കൊള്ളാനാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഭാഗം ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. ഫാഷിസം ഈ രാജ്യത്തെ പിടിമുറുക്കാതിരിക്കാനും നമ്മുടെ വരും തലമുറക്ക് സുരക്ഷിതമായി നിൽക്കാനും ആവശ്യമായി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമ്മതിദാനാവകാശം ബോധത്തോടെ നിർവഹിക്കുക എന്നുള്ളത്. അത് നിർവഹിച്ചവരുണ്ട്, ഇനി നിർവഹിക്കാനുള്ളവരുണ്ട്, അല്ലെ? ഒക്കെ ഉണ്ട്. അത് ഏറ്റവും ശരിയായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അതിൽ നമ്മൾ കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളോട് ഉത്തരത്തിൽ എത്തലാണ്. നമ്മൾ നിർവഹിക്കാനുള്ള കാര്യം നമ്മൾ നിർവഹിക്കുക, അത് ശരിയാവിധം നിർവഹിക്കുക. എന്നിട്ട് വരുന്ന കാര്യങ്ങളെയോ ചരിത്രത്തിലെ ഇതുപോലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വീകരിക്കുക. അദ്ദേഹം അസ്വസ്ഥനായതൊന്നുമില്ല, പക്ഷെ അദ്ദേഹം വിഷമിച്ചു.